സർക്കാർ സ്കൂളിലെ പഠനയാത്രകൾക്ക് പണമില്ല എന്ന കാരണത്താൽ ഒരു കുട്ടിയെ പോലും യാത്രയിൽ നിന്ന് മാറ്റി നിർത്തരുതെന്ന് മന്ത്രി വി ശിവൻകുട്ടി വാർത്താക്കുറിപ്പിലൂടെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി സൂര്യ സുജി ചേരുന്നുണ്ട്. സൂര്യ, ആദ്യ വാചകത്തിൽ തന്നെ വളരെ സ്വാഗതാർഹമെന്ന് തോന്നുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. എന്തെല്ലാമാണ് അതിൽ പരാമർശിച്ചിരിക്കുന്നത്? സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ സ്വാഗതാർഹവും ഒപ്പം തന്നെ അംഗീകരിക്കപ്പെടേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ സ്കൂൾ പഠനയാത്രകൾ ഇപ്പോൾ വിനോദയാത്രകളായി മാത്രം മാറുന്ന കാഴ്ച ഇപ്പോൾ കാണുന്നുണ്ടെന്ന് മന്ത്രി പറയുന്നു. അതിന് വലിയ തോതിലുള്ള തുകയാണ് ചില സ്കൂളുകൾ കുട്ടികളിൽ നിന്നും ഈടാക്കുന്നത്. അങ്ങനെയാകുമ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ തുക നൽകാൻ കഴിയാതെ ഈ വിനോദയാത്രകൾക്ക് പോകാൻ സാധിക്കുന്നില്ല. അത് അവരിൽ വലിയ രീതിയിൽ മാനസിക പ്രയാസം ഉണ്ടാക്കുന്നു. അത് കണ്ടെത്തിയതായിട്ടുള്ള പഠനങ്ങൾ ഉണ്ട് എന്ന് മന്ത്രി പറയുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ കുട്ടികൾക്കും പറ്റുന്ന രീതിയിൽ ഇതൊക്കെ ക്രമീകരിക്കണമെന്ന നിർദ്ദേശമാണ് മന്ത്രി ആദ്യം പറയുന്നത്. അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിൽ വിനോദയാത്രകളിലും പഠനയാത്രകളിലും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ സ്കൂളുകളിലെ പഠനയാത്രയോടൊപ്പം ഈ കുട്ടികളോടൊപ്പം പോകുന്ന അധ്യാപകരുടെയും PTA അംഗങ്ങളുടെയും യാത്രാ ചെലവ് PTA കമ്മിറ്റി നിർവഹിക്കണം എന്നുള്ളൊരു കാര്യം കൂടി മന്ത്രി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്കൂളുകളിൽ ഇപ്പോൾ വലിയ രീതിയിൽ ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ റീൽസിലൊക്കെ കാണുന്നുണ്ട് കുട്ടികളുടെ ബർത്ത്ഡേ, അതോടൊപ്പം തന്നെ ഈ അധ്യാപകരുടെ ബർത്ത്ഡേ ഒക്കെ വലിയ രീതിയിൽ ആഘോഷിക്കുന്നത്. അത്തരത്തിൽ ആഘോഷിക്കുമ്പോൾ ഈ വിദ്യാർത്ഥികളിൽ നിന്നും വലിയ രീതിയിലുള്ള തുക ചിലവാകുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളും ഒഴിവാക്കാൻ ഈ സാമ്പത്തിക ബാധ്യത വിദ്യാർത്ഥികളിൽ അടിച്ചേൽപ്പിക്കരുത്. അതുകൊണ്ട് ഇത്തരം ആഘോഷങ്ങൾ ഒഴിവാക്കുന്നതിന് സ്കൂൾ അധികാരികൾ കർശന നടപടി സ്വീകരിക്കണം. ഇത്തരത്തിലുള്ള 3 കാര്യങ്ങളാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്കൂളിലെ പഠനയാത്രകൾ, സ്കൂളിലെ മറ്റ് ആഘോഷങ്ങൾ ഇവ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ അടിയന്തരമായി നടപ്പിൽ വരുത്തുന്നതിന് സ്വീകരിച്ച നടപടികളിന്മേൽ ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനും മന്ത്രി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സംഗീത. ശരി സൂര്യ. തിരുവനന്തപുരത്തു നിന്നും സൂര്യ സുജിയാണ് വിവരങ്ങൾ നൽകിയത്.